ജുവലറി സെഗ്മെന്റിലെ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടൈറ്റാൻ. കഴിഞ്ഞ ദിവസം ടൈറ്റാൻ 0.5% ഉയർന്ന് 3692 ക്ലോസിംഗ് നൽകി. 3.25 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 95, ഡിവിഡൻഡ് ഈൽഡ് 0.3%, 52 വീക്കിലോ 3055, 52 വീക്ക് ആയി 3886. 6 മാസം കൊണ്ട് സ്റ്റോക്ക് ഫ്ലാറ്റ് റിട്ടേൺ ആണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിലെ റിട്ടേൺ നോക്കിയാൽ 15%-നടുത്ത് റിട്ടേൺ കാണാൻ സാധിക്കും. സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. ടൈറ്റാൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. Q1 ബിസിനസ് അപ്ഡേറ്റിൽ 25% വളർച്ച കമ്പനി കൈവരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. കൂടാതെ ടൈറ്റാൻ 75ഓളം പുതിയ സ്റ്റോറുകൾ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്യുകയും ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 3171 ഉയർത്തുകയും ചെയ്തു. കമ്പനിയുടെ ഡൊമസ്റ്റിക് ഓപ്പറേഷനിൽ 25%-ഓളം വളർച്ച കമ്പനി കൈവരിച്ചു. ഗോൾഡിന് മുകളിലുള്ള കസ്റ്റം ഡ്യൂട്ടി 15%-ൽ നിന്നും 6%-ലേക്ക് കുറഞ്ഞത് ജ്വല്ലറി സെഗ്മെൻറ്റിൽ മികച്ച പിക്കപ്പിനും മൊമെൻറ്റത്തിനും പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ ഡിജിറ്റൽ വാച്ച് സെഗ്മെൻറ്റിൽ 19% വളർച്ചയും അനലോഗ് വാച്ച് സെഗ്മെൻറ്റിൽ 25% വളർച്ചയും കമ്പനി കൈവരിച്ചു. ഐ കെയർ സെഗ്മെൻറ്റിൽ 6% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചത്. ടൈറ്റാൻ ഐ പ്ലസ് 2 പുതിയ സ്റ്റോറുകൾ കൂടി ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. കമ്പനിയുടെ എമർജിംഗ് ബിസിനസ്സിൽ 11% വളർച്ചയും ഫ്രാഗ്രൻസ് ആൻഡ് ഫാഷൻ ബിസിനസ്സിൽ 17% വളർച്ചയും കമ്പനി കൈവരിച്ചു. റീസെൻ്റ്ലി ടൈറ്റാൻ കംപ്ലീറ്റ് സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയ കാരറ്റ് ലൈനിൻ്റെ ബിസിനസ്സിൽ 28% വളർച്ച വരികയും ചെയ്തു. ടൈറ്റാൻ എന്ന സ്റ്റോക്ക് 3880-ൽ നിന്നും കറക്റ്റായി 3670-നടുത്ത് ലഭിക്കുന്നു. ടൈറ്റാൻ എന്ന സ്റ്റോക്കിന് 3600, 3500 തുടങ്ങിയ റേഞ്ചുകളിൽ സപ്പോർട്ടുണ്ട്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നും ഒരു ഫ്രഷ് ബൈയിങ് കാണാനുള്ള സാധ്യതയുമുണ്ട്. Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജുവലറി സെഗ്മെൻറ്റിലെ തന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് സെൻഗോ ഗോൾഡ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 1%-ഓളം ഉയർന്ന് 1429 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.91, ഡിവിഡൻഡ് ഈൽഡ് 0.14%, 52 വീക്കിലോ 582, 52 വീക്ക് ആയി 1584, 6 മാസം കൊണ്ട് 78%-വും ഇയർ ടിൽ ഡേറ്റിൽ 100%-നടുത്ത് റിട്ടേൺ നൽകി. സെൻഗോ ഗോൾഡ് 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമ്പനി 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ചുള്ള തീരുമാനം എടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ സ്പ്ലിറ്റ് കംപ്ലീറ്റ് ആകും എന്നാണ് കമ്പനി അതിൻ്റെ എക്സ്ചേഞ്ച് ഫയലിൽ അറിയിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ സെൻഗോ ഗോൾഡ് എന്ന കമ്പനിയുടെ Q1 ബിസിനസ് അപ്ഡേറ്റിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. Q1 ബിസിനസ് അപ്ഡേറ്റിൽ റവന്യൂ 12% ഇയർ ഓൺ ഇയറിൽ ഉയർന്നു കഴിഞ്ഞു. കൂടാതെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗോൾഡിൻ്റെ വില ഉയരുന്നതിന് മുൻപേ തന്നെ പഴയ വിലയിൽ ഗോൾഡ് ലഭിക്കുന്നതിന് വേണ്ടി ബുക്കിംഗ് ഫെസിലിറ്റിയും കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെൻഗോ ഗോൾഡ് എന്ന കമ്പനി സ്റ്റോറുകളുടെ എണ്ണത്തിലും വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ കമ്പനി ചില ഡയമണ്ട് പ്രൊഡക്റ്റുകൾ, അതായത് ലാബിൽ നിർമ്മിച്ച ഡയമണ്ട് പ്രൊഡക്റ്റുകൾ സെന്നീസ് എന്ന ബ്രാൻഡിൽ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതും സെൻഗോ ഗോൾഡിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കോർപ്പറേറ്റ് ആക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. 1350, 1300 തുടങ്ങിയ റേഞ്ചുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. കോർപ്പറേറ്റ് ആക്ഷൻ്റെ പിൻബലത്തിൽ സ്റ്റോക്ക് 1400-ന് മുകളിൽ, ചിലപ്പോൾ 1450, 1500 തുടങ്ങിയ ലെവലുകളിലേക്കും ഉയർന്നേക്കാം. അതുകൊണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്